ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അവർക്കൊരു നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും, ഒരു സ്റ്റഡി ടൈം അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാവുന്ന രീതിയിൽ. അപ്പൊ അതിനകത്ത് ടൈം ടേബിൾ എന്നുള്ളത് കൃത്യമായിട്ട് ടൈം ഒന്നും നോട്ട് ചെയ്ത് ഇത്ര മണി തുടങ്ങി ഇത്ര മണി വരെ അങ്ങനെയൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരെയും അനുസരിച്ച് അതിനകത്ത് വേരി ചെയ്യുമല്ലോ. എന്നിരുന്നാൽ പോലും ഒരു ഡേ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാനും അവർക്ക് അവരുടെ സ്റ്റഡിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാനും അതുപോലെ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാനും തയ്യാറാകുന്ന രീതിയിൽ എങ്ങനെ ഒരു ഡേ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ രക്ഷിതാക്കൾ എല്ലാവരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാരാണ് പ്രത്യേകിച്ചും കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോ നോക്കിയാലും ഈ ഫോണാണ് കയ്യില്, അതൊന്നും എടുത്ത് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും രണ്ടക്ഷരം ഇരുന്ന് പഠിച്ചുകൂടെ. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് അല്ലെ, പഠിച്ചുകൂടെ എന്നുള്ളതാണ്. ഞാനൊരു അമ്മയുമാണ് ഒരു ടീച്ചറുമാണ് എന്നുള്ളത് വരുമ്പോ നമ്മൾ കോളേജിലായാലും സ്റ്റുഡൻസിന്റെ അടുത്ത് അവരുടെയൊക്കെ ഒരു രീതി കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നത്തെ കുട്ടികൾക്ക് ആർക്കും ഉപദേശം കേൾക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തവരാണ്, പ്രത്യേകിച്ചും പഠിക്കുക എന്നൊരു കാര്യം. കാരണം അവരുടെ ചിന്താഗതിയിൽ അവർക്കറിയാം പഠിക്കണമെങ്കിൽ പഠിക്കണം എന്നുള്ളത് അവർക്കറിയാം, ബോധ്യമുള്ള കുട്ടികളാണ്. ഇത്രയും വലിയ കുട്ടികളോട് അങ്ങനെ പറയേണ്ട ആവശ്യകത ഇല്ല എന്നൊക്കെ തോന്നും. പിന്നെ നമ്മൾ ക്ഷമ കെട്ടിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. അപ്പൊ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും ആദ്യം തന്നെ ഏത് ടൈം ടേബിൾ സെറ്റ് ചെയ്താലും ഓരോരുത്തരും പഠിക്കുന്ന സമയവും എങ്ങനെ പഠിക്കണം എന്നുള്ളതും അവരുടെ ലക്ഷ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തായി തീരാനാണ് ആഗ്രഹം എന്നുള്ളതാണ് ആദ്യം ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ആരാകണം, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അക്കാദമിക്കലി ഒരു കാര്യം നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന്റെ പിന്നിൽ, ഏത് കോഴ്സ് ആണെങ്കിലും അത് തിരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിൽ ആ കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് നയിക്കുന്ന രീതിയിലാണ് ഓരോ കോഴ്സുകളും അല്ലെ. ഇപ്പൊ നമ്മള് ബികോം അല്ലെങ്കിൽ അതുപോലെ +2 കൊമേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഒന്നുകിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി, അങ്ങനെയുള്ള CMA, SCCA തുടങ്ങിയ ലെവലിലേക്ക് പോകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കുട്ടികളായിരിക്കും അങ്ങനെ. സയൻസ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി ഒന്നുകിൽ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സയൻസുമായി ബന്ധപ്പെട്ട ആ ഒരു ഫീൽഡിലേക്ക് പോവുക എന്നുള്ള ലക്ഷ്യമായിരിക്കും. ഓരോ ജോലിയിലേക്കും നയിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെങ്ങനെ പഠിക്കണം, അതിന്റെ ഡ്യൂറേഷൻ, അതൊക്കെ അതിനനുസരിച്ചാണ് അതിന്റെ സിലബസ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് കോഴ്സാണ് എങ്കിലും അത് പഠിക്കണം എന്ന് നമുക്കറിയാം. പഠിക്കാതെ ഒരു കാര്യവും നടക്കില്ല, പഠിക്കണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എങ്ങനെ പഠിക്കണം, എന്തായി തീരണം. ഫോർ എക്സാമ്പിൾ, കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കുന്ന എല്ലാ കുട്ടികളും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുകയല്ല ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു CA കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുണ്ട് എങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ള, പ്രോബ്ലം സോൾവിങ് സ്കിൽ, പ്രോബ്ലം ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടുന്ന, അനലിറ്റിക്കൽ വേയിൽ സമീപിക്കുന്ന ചിന്താഗതിയുള്ള കുട്ടികൾക്ക്, പിന്നെ ഈ പറയുന്ന 24 മണിക്കൂറുള്ള ഒരു 12 മണിക്കൂറോളം നിങ്ങൾക്കത് മാറ്റിവെക്കാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ, വീണ്ടും വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ അതാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. എന്നാൽ ചില കുട്ടികൾ വായിക്കാനൊക്കെ കുറച്ച് മടിയുള്ളവരായിരിക്കും, പക്ഷെ അവര് ജീവിതത്തിൽ വിജയിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഓൺട്രപ്രണർ ആയി മാറാനുള്ള സാധ്യത അവരിലുണ്ട് എങ്കിൽ, ഒരു ബിസിനസ്മാൻ ആവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവരെ ആ രീതിയിലേക്കായിരിക്കും ടേൺ ചെയ്യുന്നത്. അപ്പൊ ഒരു ബിസിനസ്മാൻ ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയും ഒരു CA കാരനാകാൻ സാധ്യതയുള്ള വ്യക്തിയും ഒരു ദിവസം പഠിക്കേണ്ട സമയക്രമത്തിലും പഠിക്കേണ്ട രീതിയിലും വ്യത്യാസമുണ്ടെന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ആരായി തീരണം, നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ കഴിവുകളും വെച്ചിട്ട് അത് ആദ്യം നിങ്ങൾ തീരുമാനിച്ചു വെക്കൂ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാ ദിവസവും രാവിലെ ഉണരുന്ന ഒരു ശീലം സ്റ്റുഡൻസിന് ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ചെറിയ ക്ലാസ് തുടങ്ങി, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളെ ഇതിന് പേരൻസിന് സഹായിക്കാനായിട്ട് സാധിക്കും. അച്ഛനും അമ്മയൊക്കെ കിടന്നുറങ്ങുന്നിടത്തോളം അങ്ങ് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കാതെ ചെറിയ ക്ലാസ് തുടങ്ങി നമ്മൾ ഒരു ടൈം വെച്ച് അവരെ ഉണർത്തി വന്നു കഴിയുമ്പോൾ കുറച്ച് വലുതാവുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും.
ഇനി ചെറിയ ക്ലാസ്സുകളിലൊന്നും ആ ശീലം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തന്നെ ഇനി അലാറം സെറ്റ് ചെയ്തോളുക. ആദ്യം തന്നെ നിങ്ങൾ സ്നൂസ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കുക. അലാറം വെച്ചാൽ നിങ്ങൾ എഴുന്നേൽക്കുക. ഒരുപാട് നേരത്തെ എന്നൊന്നും പറയുന്നില്ല, എങ്കിലും ഏറെക്കുറെ ഒരു 5:30 നിങ്ങൾ ഉണരണം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു ശീലം മാറ്റുക തന്നെ. ഓക്കെ, ഇനി 5:30 എഴുന്നേറ്റു എന്ന് പറഞ്ഞു. എഴുന്നേൽക്കുന്ന വഴി നമ്മൾ പറയും ഏർലി മോർണിംഗ് പഠനത്തിന് ഏറ്റവും നല്ല ടൈമാണ്. ശരിയാണ്, കാരണം കോൺസെൻട്രേഷൻ കിട്ടും. നമ്മുടെ എൻവയോൺമെന്റ് പഠനത്തിന് ഏറ്റവും സഹായിക്കുന്ന അതിന്റെ അന്തരീക്ഷമാണ് അല്ലെ. അപ്പൊ ചുറ്റുപാടുകളൊക്കെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ആ ടൈമിൽ നമുക്ക് പഠിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായി തീരും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ഉണർന്ന് എഴുന്നേൽക്കുന്ന വഴിയെ നേരെ പോയി കണ്ണും തിരുമ്മി അല്ലെങ്കിൽ മുഖവും കഴുകി നേരെ വന്ന് ബുക്ക് തുറന്നിരുന്ന് പഠിക്കുക എന്നുള്ളത് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മുഷിപ്പ്, അതായത് ഒരു മാനസികമായിട്ടൊരു ഉണർവ് കുറവ് നമുക്ക് തോന്നും, ഒരു ക്ഷീണമൊക്കെ നമുക്ക് അനുഭവപ്പെടും. പഠനത്തോട് തന്നെ കാലക്രമേണ നമുക്കൊരു വിരക്തി തോന്നി തുടങ്ങും. അപ്പോൾ അത് പ്രൊഡക്റ്റീവ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് അറിയോ? രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ പേഴ്സണൽ ഹൈജീൻ അതിനൊരു ടൈം മാറ്റി വയ്ക്കുക. ബ്രഷ് ചെയ്യുന്നത്, അതുപോലെ ബാത്തിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷപ്പ് ആയി അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസ് എങ്കിലും, വലിയ കാര്യമായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചിങ് ആണെങ്കിലും മതി. അതുപോലെ മെഡിറ്റേഷൻ ചെറിയ പ്രായം തുടങ്ങി അല്ലെങ്കിൽ കുട്ടികളിൽ ഉറപ്പായിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു ശീലമാണ് ഇത്. നിങ്ങളുടെ ഡിസിപ്ലിൻ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ നിലനിർത്താൻ ഏറ്റവും സഹായിക്കും. മാത്രമല്ല ഏത് കഠിനമായ ജോലിയുള്ള സ്ഥലത്തേക്ക് വന്നാലും സ്ട്രെസ്, ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പ്രാണായാമ, അതുപോലെ മെഡിറ്റേഷൻ. അത് ശീലമാക്കുക, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 6:30 വരെയുള്ള ടൈം, അതായത് 1 മണിക്കൂർ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വന്ന് നിങ്ങൾക്ക് പഠിക്കാം. അവിടെ ഒരു 6:30 to ഒരു 7:30 ടൈം നിങ്ങൾ സ്റ്റഡി ടൈം ആയിട്ട്. ഇതാ ഞാൻ ഈ ടൈം പറയാത്തത് എന്താന്ന് വെച്ചാൽ ചിലർക്ക് 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ അവർക്കൊന്നും ഈ റുട്ടീൻ ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ സമയം നിങ്ങൾ ഗൗനിക്കേണ്ട. ഞാൻ ഈ പറയുമ്പോൾ ടൈം നിങ്ങളുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറ്റിക്കോളൂ. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ മതി. അതായത് ഇപ്പൊ നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ, അതുപോലെ ഈ പറയുന്ന എക്സസൈസ്, മെഡിറ്റേഷൻ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ സ്റ്റഡി ടൈമിന് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യുന്ന ടൈമിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അതിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 9-8-7 ടെക്നിക്ക് അല്ലെങ്കിൽ 9-8-7 റൂൾ എന്ന് പറയും. അതായത് എന്താന്ന് വെച്ചാൽ 9 മിനിറ്റ് എന്ന് പറയുന്നത് ഫോർ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. എന്താ പ്രിപ്പറേഷൻ? ഇപ്പൊ നമ്മൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണ്, ഇപ്പൊ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, മാത്സ്, ഏതാണെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ എടുത്തു. സ്കൂൾ തലത്തിലുള്ളവരാണെങ്കിൽ കോളേജ് തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ അതെടുത്തു. ഇപ്പൊ അക്കൗണ്ടൻസി ആണെങ്കിൽ അത് എടുക്കുന്നു, ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിൽ അത്, മാർക്കറ്റിംഗ് ആണെങ്കിൽ അത് ഏതാണോ അത്. ആ ഒരു ടോപ്പിക് എടുത്തിട്ട് ആദ്യത്തെ 9 മിനിറ്റ് നിങ്ങൾക്ക് എത്രയാണ്, ഇപ്പൊ ഒരു 2 പേജ് അല്ലെങ്കിൽ ഒരു 3 പേജ് അല്ലെങ്കിൽ 4 പേജ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആയിരിക്കും ഒരു ദിവസം പഠിപ്പിച്ചിട്ടുണ്ടാവുക നിങ്ങളെ. അല്ലാതെ ഒരു ചാപ്റ്റർ, ഒരു മൊഡ്യൂൾ ഒന്നും കംപ്ലീറ്റ് ഒരു ദിവസം കൊണ്ട് തീരില്ലല്ലോ. അപ്പൊ ആ പഠിപ്പിച്ച ടോപ്പിക് എന്താണോ അത് നിങ്ങൾ ഒരു 9 മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ നോട്ട് എടുത്ത് വെക്കുന്നു, ടെക്സ്റ്റ് എടുത്ത് വെക്കുന്നു, ഒരു റഫ് ബുക്ക് കാര്യങ്ങൾ എടുത്ത് വെക്കുന്നു, ഒരു പേന കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത് വെക്കുക. ഒരു ചെറിയ ഗ്ലാസ്സിൽ ഇളം ചൂടുവെള്ളം, ലൂക്വാം വാട്ടർ എന്ന് പറയില്ലേ, അതും നിങ്ങൾ എടുത്തുകൊണ്ടുവന്ന് വെക്കുക. ടീ ഓർ കോഫി അതൊന്നും കുഴപ്പമില്ല കേട്ടോ, എന്താണെങ്കിലും ഒരു ചെറു ചൂടുവെള്ളം നിങ്ങളുടെ അടുത്ത് കൊണ്ട് വെക്കുക. ഇനി നിങ്ങൾ ആ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് പ്രധാനപ്പെട്ടതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് പോലെ തയ്യാറാക്കുകയോ ചെയ്യുക. ഒരു എസ്സേ ആയിരിക്കാം, ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കാം, ഒരു പ്രോബ്ലം ആയിരിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് എന്താണ് സ്റ്റഡി ചെയ്യേണ്ടത്. മേക്ക് എ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇടാനുള്ള റൈറ്റ് ടീച്ചേഴ്സിന് മാത്രമല്ല, അത് സ്റ്റുഡൻസിനുമുണ്ട്. ഓക്കെ, പലരുടെയും തെറ്റിദ്ധാരണ ടീച്ചേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ഇടുകയെന്ന്. അല്ല, ഒരു ടോപ്പിക് എടുത്താൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൽ നിന്ന് എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ നടത്തുക. Then 8 minutes ഫോർ സ്റ്റഡി.
അപ്പൊ പലരും വിചാരിക്കും 8 മിനിറ്റ് ഒക്കെ മതിയോ സ്റ്റഡി ചെയ്യാനായിട്ട്, ചിലർ അരമണിക്കൂർ, ചിലർ 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ഇരുന്നാ പഠിക്കുന്നതെന്നുള്ളത്. ഇവിടെ ബൈഹേർട്ട് ചെയ്യുന്ന ഒരു പഠന രീതി അല്ല ഞാൻ ഈ 8 മിനിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ സംബന്ധിച്ച് അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, ആ കോൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളതാണ് 8 മിനിറ്റ് ഫോർ സ്റ്റഡി. എങ്ങനെയൊക്കെ ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നാലും ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ, ഒരു നോളജ് ഈ 8 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി 7 മിനിറ്റ്സ് ഫോർ റിവ്യൂ. സ്റ്റഡി ചെയ്തതിന് ശേഷമുള്ള 7 മിനിറ്റ് എന്ന് പറയുന്നത് ആ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി അത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം. ഇപ്പൊ ഓരോ പോയിന്റുകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ 10 പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു 7 പോയിന്റ് കിട്ടിയുള്ളൂ, ബാക്കി 3 പോയിന്റ് ഓക്കെ, നോ പ്രോബ്ലം. ആ കിട്ടിയ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുന്നു. എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾ വേഗം പോയിന്റ് ഔട്ട് ചെയ്ത് പോകുന്നു. അപ്പൊ കിട്ടാത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, അതവിടെ റൗണ്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആ മനസ്സിലാവാത്ത കാര്യങ്ങൾ പിന്നീട് നമുക്കത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാനും മനസ്സിലാക്കാനും ഒക്കെ പിന്നീട് സാധിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 9, 8, 7 ടെക്നിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു 24 മിനിറ്റ് അവിടെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് കിട്ടി. അപ്പൊ നമ്മളുടെ മനസ്സും മടുക്കില്ല. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, പഠിക്കുന്ന ടൈമിൽ ഒരിക്കലും മൊബൈൽ ഫോൺ നിങ്ങളുടെ റൂമിൽ തന്നെ ഇല്ലാതിരിക്കുകയാണ് നല്ലത്. അത് മാറ്റി വെച്ചേക്കുക. കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടൈം നമുക്ക് കൊടുക്കാം. സോഷ്യൽ മീഡിയ, റീൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം, ഉപയോഗിക്കാം, നോ പ്രോബ്ലം. 24 മണിക്കൂറാണ് കിടക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് അത് മാറ്റി വെക്കാം. പക്ഷെ ഈ ടൈമില്, ഈ സ്റ്റഡി ചെയ്യുന്ന 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ, ആ ടൈമിൽ നിങ്ങളുടെ റൂമിലെ അങ്ങനെ ഒരു സാധനം ഇല്ലാതിരിക്കുകയാണ് നല്ലത്. TV, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഇതൊന്നും ഇല്ലാത്ത ഒരു റൂം നിങ്ങൾക്ക് സ്റ്റഡി റൂം ആയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞു നിങ്ങൾക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പിന്നെ കോളേജ് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് റെഡി ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഈവനിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയം സോഷ്യൽ മീഡിയ, ഈ പറയുന്ന ഫോണ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, എപ്പോഴും ഒരു 1 അവറിൽ താഴെയുള്ള ടൈം. കാരണം ഉണ്ടല്ലോ, ഇരുന്നാൽ നമ്മളെ അഡിക്റ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയ ഒക്കെ. നമ്മൾ അങ്ങനെ നോക്കി അങ്ങ് ഇരുന്ന് പോകും. അപ്പൊ ഒരു ടൈം വെച്ചാൽ ഇതെന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഹാർഡായിരിക്കും നിങ്ങൾക്ക് ഇത് പ്രാവർത്തികമാക്കാൻ. അത് കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ തരും. ഓക്കെ, നിങ്ങൾക്ക് ഫോൺ എടുത്ത് വെക്കാനുള്ള ടൈമായി, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിന് തന്നെ മതി എന്ന് തോന്നുന്ന ഒരു ലെവലിലേക്ക് വരും. അത് നമ്മളൊരു പേഴ്സണൽ ഡിസിപ്ലിൻ, ഒരു സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ടൈം ടേബിൾ കുറച്ച് നാളൊന്ന് ഫോളോ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നിങ്ങൾക്ക് സെറ്റ് ആകും, ഒരു പ്രശ്നമില്ല. അപ്പൊ ആ ഫോണിന്റെ ഉപയോഗം മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന പോലെ കുറച്ച് സമയം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടാവും അല്ലെ. ആൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ സൈക്ലിംഗ് അല്ലെങ്കിൽ ബൈക്ക് റൈഡിങ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സ്, ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ എന്താണ്, പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസോ അല്ലെങ്കിൽ വീട്ടിൽ അമ്മമാര് ചെറിയ ചെറിയ ജോലികൾ ഓരോ ഏജിനനുസരിച്ച് കൊടുക്കുക. അവർക്ക് റൂം ക്ലീൻ ചെയ്യാനുള്ളതാകാം, അടിച്ചു വാരുക, തുടയ്ക്കുക, അല്ലെങ്കിൽ തുണികളൊക്കെ മടക്കി വെക്കുക, ഓക്കെ, നമ്മുടെ കബോർഡ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കിച്ചണിലെ പാത്രങ്ങൾ, എപ്പോഴും ഓരോ ഏജിനനുസരിച്ചും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ഇത് നമുക്കൊരു ഡിപ്പെൻഡൻസി കുറയ്ക്കും. ഓക്കെ, അതായത് നമ്മുടെ ലഞ്ച് ബാഗിലുള്ള പാത്രങ്ങൾ നമ്മൾ തന്നെ വന്ന് വൈകിട്ട് കഴുകി വെക്കാനായിട്ട് നോക്കുക. ചിലപ്പോൾ അത് കഴുകുമ്പോൾ വൃത്തിയായില്ല എന്നിരിക്കും. ചെറിയ ചെറിയ ക്ലാസ് 3ലും 4ലും ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടി പാത്രം കഴുകിയാൽ വൃത്തിയാവില്ലെന്ന് നമുക്കറിയാം. പക്ഷേ അത് അവരിൽ ആ ഒരു ഒരു ശീലം ജനിപ്പിക്കാൻ ആ പേരൻസിന് സാധിക്കും. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിക്കുക. യൂണിഫോം ഒക്കെ അവർ തന്നെ അയൺ ചെയ്യട്ടെ, അവരുടെ യൂണിഫോം അവർ തന്നെ അയൺ ചെയ്ത് വെക്കട്ടെ. അതൊക്കെ നമ്മൾ അവരെ ശീലിപ്പിക്കുക. ആദ്യമൊക്കെ ആവുമ്പോൾ ശരിയാവില്ല, ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മമാർക്ക് ചെയ്യാൻ ശരിയായില്ല എങ്കിൽ പക്ഷെ അവര് തന്നെ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിൽ അതിനകത്തേക്ക് വരും. എല്ലാം നമ്മൾ ഇപ്പോഴും ഉണ്ട്. 8ലും 9ലും പഠിക്കുന്ന കുട്ടികളുടെ ഷൂ ലൈഫ് കെട്ടി കൊടുക്കുന്നവരെ പേരൻസ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്. നമ്മളത് അവരോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. അപ്പൊ അതൊക്കെ പോട്ടെ, ഇത് നിങ്ങൾക്കായിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം ഇതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഇങ്ങനെയുള്ള, അതായത് ശരീരം അനങ്ങിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ള, അതായത് നമ്മുടെ രാത്രി കിടന്ന് ഉറങ്ങാനുള്ള ഉറക്കത്തിന് സഹായിക്കുന്ന മാത്രമല്ല, നമ്മുടെ മനസ്സിൽ അമിതമായിട്ടുള്ള വേറെ ചിന്തകള്, ടെൻഷൻ, സ്ട്രെസ് ഇതെല്ലാം മാറ്റാനും മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും ഏറ്റവും മികച്ചതാണ്
എക്സസൈസ് അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത്, ആൺകുട്ടികളൊക്കെ സ്പോർട്സിന് പോവാന്ന് പറയുമ്പോൾ നമ്മളൊന്നും അതിനെ പിന്തിരിപ്പിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം എന്തെങ്കിലും ഒന്ന് ലഹരിയാകും ആളുകൾക്ക്. ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് ലഹരിയാവും. ആ ലഹരി ചിലപ്പോൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറ്റായ മാർഗങ്ങളോ ആകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്പോർട്സിന് അടിമപ്പെടുന്നത്, സ്പോർട്സ് ഒരു ലഹരിയാകുന്നത്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അത് ലഹരിയാണെങ്കിൽ പോലും അതിനോടൊപ്പം അവർക്ക് ഈ പറയുന്ന സ്റ്റഡി കാര്യങ്ങളും കൂടെ അവർക്കൊപ്പം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു ഉന്മേഷം കൂടി കിട്ടും. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് വന്ന് നിങ്ങൾ വീണ്ടും ഒന്ന് ഫ്രഷപ്പ് ആയി പ്രാർത്ഥനാ കാര്യങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടൈം കണ്ടെത്തണം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു ഫാമിലി ടൈം ഉണ്ട് നിങ്ങൾക്ക്. അത് ഡിന്നർ ടൈം ആവുകയാണ് ഏറ്റവും നല്ലത്. അച്ഛൻ, അമ്മ, കുട്ടികളിരുന്ന് കുറച്ച് സമയം അന്നത്തെ ദിവസത്തെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 8 to 9 എന്ന് പറയുന്ന ഒരു ടൈം നിങ്ങൾക്ക് സ്റ്റഡി ടൈം ആയിട്ട് എടുക്കാം. അപ്പൊ അതിനു മുമ്പ് ഹോംവർക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാം. ഓക്കെ, അപ്പം ഈവനിങ് ടൈം പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ടൈം എന്ന് പറയുന്നത് ചിലർക്ക് 5 to 6 മതി ഈ പറയുന്ന എക്സസൈസ് കാര്യങ്ങൾ അതിനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ 7 വരെ എടുക്കാം. പിന്നെ വന്ന് പ്രാർത്ഥന കാര്യങ്ങൾ, ഡിന്നർ എപ്പോഴും നേരത്തെ ആവുകയാണ് നല്ലത്. അതൊക്കെ കഴിഞ്ഞിട്ട്, അതാണ് ഞാൻ 8 എന്നുള്ളത് ഉദ്ദേശിച്ചത്. 8 to 9 എന്ന് പറയുന്നതും നിങ്ങൾക്ക്, അല്ലെങ്കിൽ 9:30 വരെയൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ടൈം ആയിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക, ഡ്രസ്സുകൾ അയൺ ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ രാത്രിയിലും ഈ പറയുന്ന പോലെ എപ്പോഴും ഒരു കാര്യം, പഠിച്ചു കഴിഞ്ഞ് എപ്പോഴായാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞൊരു 20 മിനിറ്റ് ടൈമെങ്കിലും മൊബൈൽ ഫോൺ എടുക്കാനോ ഓടിപ്പോയി TV കാണാനായിട്ടോ ഇരിക്കരുത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങള് പെട്ടെന്ന് മറക്കുക എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആകാൻ ഒരു ടൈം എടുക്കും. ആ ടൈമാണ് ഈ ഒരു 20 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് കാര്യവും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ വിചാരിക്കും ആ ഒരു പേജിലെ ഓക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനകം അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെട്ടെന്ന് ആൻസർ പറയും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ ചിലപ്പോൾ ഇവർ മറന്നു പോകും. അപ്പൊ അതൊന്ന് രജിസ്റ്റർ ആകാൻ ഒരു ടൈം എടുക്കും. അത് ലോങ് ടൈം മെമ്മറിയെ വരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ടൈം നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക. മൊബൈൽ ഫോൺ, TV ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ വിഷ്വൽ ഓഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ കാര്യങ്ങൾ വേഗം വരികയും ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ മറക്കാനായിട്ട് അത് ഇടയാക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നോക്കി, എല്ലാത്തിനും നിങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് സമയം കിട്ടി. നിങ്ങളുടെ ഹോബി, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഫോൺ നോക്കാനും TV കാണാനും നിങ്ങൾക്ക് സമയം കിട്ടി. കൂട്ടുകാരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം കിട്ടി. പഠിക്കാൻ നിങ്ങൾക്ക് ടൈം കിട്ടി. നിങ്ങളുടേതായ കാര്യങ്ങൾ, നിങ്ങളുടെ യൂണിഫോം അലക്കുന്നുണ്ടെങ്കിൽ അത്, നിങ്ങളുടെ യൂണിഫോം അയൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത്, നിങ്ങളുടെ ലഞ്ച് ബാഗ്, നിങ്ങളുടെ റൂം, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് ടൈം കിട്ടി. ഇനി എപ്പോഴും രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് 10 മണിക്ക് ശേഷം എന്നുള്ള രീതി മാറ്റുക. 10 മണിക്ക് മുമ്പേ തന്നെ ഉറങ്ങുക. കാരണം നിങ്ങളുടെ മെമ്മറിയെ, വളരുന്ന പ്രായത്തിൽ, പഠിക്കുന്ന പ്രായത്തിൽ നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ മെമ്മറിയെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഉറക്കം ശരിയാവുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്ത് മൊബൈൽ ഫോൺ കൊണ്ടുപോയി ആ ഫോണൊക്കെ നോക്കി ഗെയിം കളിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പതിയെ അങ്ങ് ഉറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഇപ്പൊ അത് നല്ല രസമായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ ഇനിയുമുണ്ട് ജീവിതം, ലൈഫ് ഒരുപാട് മുമ്പോട്ട് നമുക്ക് പോകാനുണ്ട്. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം കാര്യങ്ങൾ വരുന്നുണ്ട്. ലൈഫ് തന്നെ ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതിലൊക്കെ വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു കോൺഫിഡൻസ് വേണം, സെൽഫ് എസ്റ്റീം വേണം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകം നമ്മളിൽ തന്നെ ഉണ്ടാവണം. അതൊരിക്കലും ഈ ഫോണിന്, സോഷ്യൽ മീഡിയക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കേണ്ട ടൈം അത് നിങ്ങൾക്ക് മാറ്റിവെക്കാം. ഒരു ദിവസം, ഇപ്പൊ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുപോകും, കോളേജിൽ ഫോൺ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് അതിന് ഇടയ്ക്കൊക്കെ കിട്ടുന്ന ഗ്യാപ്പ്, ക്ലാസ് ടൈമിലല്ല ഞാൻ പറയുന്ന, ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പില്, പോകുന്ന വഴിയിൽ, ഇതൊക്കെ നിങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടുന്നുണ്ട്. വീട്ടിൽ വന്നിട്ടാണെങ്കിലും കുറച്ച് സമയം മാത്രം. ഒന്നിനും അഡിക്റ്റ് ആവാതിരിക്കുക. അഡിക്റ്റ് ആകുന്നത് എപ്പോഴും നമ്മുടെ പാഷന് മുമ്പിൽ മാത്രം. നമുക്കൊരു പാഷൻ ഉണ്ടാവണം, നമുക്കൊരു കരിയർ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന എന്തിനെന്നുള്ള ലക്ഷ്യം ഉണ്ടാവണം. അതിൽ മാത്രമേ നമ്മൾ അഡിക്റ്റഡ് ആവാവുള്ളൂ. വേറൊരു കാര്യത്തിലും നമ്മൾ അഡിക്റ്റഡ് ആവരുത്. ഒന്നിനെയും നമ്മൾ ഒരു പരിധിയിൽ കവിഞ്ഞ് ഡിപ്പെൻഡൻ ചെയ്യാതിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്